ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ദീനീ രംഗത്ത് നേതൃത്വം നൽകുന്ന കെൽപ്പുള്ള ആളുകളെ മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ അത് ദർസിന്റെ സന്തതികളാണ് എന്ന് കാണാൻ പറ്റും. നാലാൾക്കാരുടെ ഇടയിൽ നീച്ചെന്നിട്ട് ചുളിയേറുന്ന വർത്താനം പറയണമെങ്കിൽ ദർസിന്റെ സന്തതികൾക്കാണ് ഏറ്റവും നന്നായി സാധ്യമാവുക. പിന്നെ ദർസ് കൂടെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദിന്റെ ഒപ്പം ഇങ്ങനെ നടന്നിട്ട് നിക്കാഹിന്റെ പ്രശ്നം വരുമ്പോ, തൊലാഖിന്റെ പ്രശ്നം വരുമ്പോ, ഫസ്ഖിന്റെ പ്രശ്നം വരുമ്പോ ഉസ്താദ് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കി മനസ്സിലാക്കിയിട്ടുള്ള അനുഭവജ്ഞാനം അത് വളരെ പ്രധാനമാണ്. അങ്ങനത്തെ ആളുകൾക്കാണ് മഹല്ലത്ത് കൊണ്ടെടുക്കാൻ വേണ്ടി പറ്റുക. എത്ര എഴുതി പഠിച്ചാലും അനുഭവജ്ഞാനത്തിന്റെ ഒടുക്കെത്തൂല. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം ഒരു മനുഷ്യൻ അനുഭവിച്ച് പഠിക്കുക എന്നതാണ്. ഈ അനുഭവം ദർസിലൂടെ വരുന്ന ആലിമീങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നു എന്നതാണ്. അവർ നേതൃപരമായ പങ്ക് വഹിക്കുന്നതിൽ പ്രധാനികളായിത്തീരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. അതുകൊണ്ട് ദർസിനെക്കാലവും പ്രാധാന്യമുണ്ട്. ദർസിന്റെ ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നുമുട്ടും. സുഫത്തിന്റെ അഹലുകാരെ മുന്നിൽ നിർത്തി സുഫത്തിന്റെ അഹലുകാരെ വെച്ചുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചതാണ് ദർസിന്റെ ചരിത്രം. അവിടുന്ന് ഇങ്ങോട്ട് അമ്പിയാക്കൾ, അവിടുന്ന് ഇങ്ങോട്ട് സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ ആ മഹത്തായ പാരമ്പര്യം ഇങ്ങനെ കൈമാറി കൈമാറി ഇന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കെടാതെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നപ്പോൾ സാധ്യമായി. ബഹുമാനപ്പെട്ട തങ്ങൾ മുതൽ ഒരുപാട് ആളുകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ആലിമീങ്ങളെ കുറിച്ചും സയ്യിദന്മാരെ കുറിച്ചും നേതാക്കളെ കുറിച്ചും ഖാദിമാരെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഒരു നാട് മഹത്വമാവുക എന്ന് പറയുന്നത് ആ നാട്ടിലെ ആലിമീങ്ങളെ കൊണ്ട് തന്നെയാണ്.